കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് വലിയ മുറ്റമുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വില്ല കമ്മ്യൂണിറ്റിയിൽ അന്വേഷിച്ച് മടുത്തവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഒരു വീടാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാ മനഃപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും ഇടയിലായിട്ടാണ്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽക്കുവാൻ അവശേഷിക്കുന്ന അവസാന വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലവേഷനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 2 വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തായി ഭംഗിയായിട്ടുള്ള ഗാർഡൻ വർക്കുകളും ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 700 മീറ്ററും, സമറിറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്ററും, ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ 99% വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്ക് എംപ്ലോയികൾ തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും ഫാമിലിയായി താമസിക്കുന്നതും. നമുക്കിനി ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. 2018ലെയും 2019ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയി വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയൊരു ഷാൻലിയർ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 10ലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് ലഭിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഡോർ പാഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ മൾട്ടിവുഡ് കൊണ്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളോട് കൂടിയിട്ടുള്ള കബോർഡുകൾ നമുക്ക് കാണുവാൻ കഴിയും. കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. അത്യാവശ്യം വീതിയിലും നീളത്തിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബ് തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെയറിൽ ടൈലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ടൈലുകൾക്ക് ഭംഗി കൂട്ടുവാനായി കൈവരികൾക്കായി വുഡൻ ഫിനിഷിൽ തന്നെയുള്ള സ്ക്വയർ ട്യൂബാണ് കൈവരിയായി നൽകപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഭംഗിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെയും ചെറിയൊരു TV യൂണിറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 2ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും ചെറിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാൻ കഴിയും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ബാൽക്കണി ഭാഗങ്ങളിലേക്കും വിലയിലേക്കുമാണ്. മനോഹരമായിട്ടാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ
3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 82 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ഈ വീട് സ്വന്തമാക്കുന്നതിന് താങ്കൾക്ക് ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുന്നതിനും ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.